തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരമായി എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക നിലവിലുള്ള ധാരണ പ്രകാരം 42 ലക്ഷം രൂപയെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ദേവസ്വങ്ങൾ അംഗീകരിച്ചു. 2,20,00,000 കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക വിഷയത്തിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണത്തെ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തു. തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട്. ഇരു ദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ ദേശക്കാർക്കും പൂരം ആസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയുക, സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് തന്നത്. 2023-ലും 24-ലും 42 ലക്ഷം രൂപ വീതം നൽകിയാൽ മതിയെന്ന് അത് കോടതിയിൽ അറിയിക്കാമെന്നും അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയുണ്ടായി. 2024 പൂരം വളരെ ഗംഭീരമാക്കാൻ എല്ലാവരെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും തമ്മിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണ പൂരം ഭംഗിയായി നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്തെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് തൃശൂർ പൂരം. പൂരം ഭംഗിയായി നടക്കുക നാടിന്റെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൂരം നടത്തിപ്പിൽ വിവാദങ്ങൾ പാടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഴ്ചകളായി നിലനിന്ന ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമായത്. കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ സർക്കാർ നിലപാട് അറിയിക്കാനും ധാരണയായി. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, ടി.എൻ. പ്രതാപൻ എം.പി, പി. ബാലചന്ദ്രൻ എം.എൽ.എ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം.ജി. രാജമാണിക്യം, തിരുവമ്പാടി, പാറമേക്കാവ്, കൊച്ചിൻ ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, തൃശൂർ.